റൈസ് നമ്മുടെ യു എക്സ് യു കോഴ്സിന്റെ പേര് യു എക്സ് യു ഐ മാസ്റ്ററി കൊഹോർഡ് എന്നായിരുന്നില്ല ആദ്യം. ഇപ്പൊ അതെന്തി മാറ്റിയിട്ട് യു എക്സ് യു ഐ പ്ലസ് പ്രൊഡക്ട് ഡിസൈൻ തിങ്കിങ് മാസ്റ്ററി കൊഹോർഡ് എന്നാക്കിയത്? സിബ അതെന്തിനാ വെച്ചാല് UX UI എന്ന് പറയുന്നത് പണ്ട് ഇറ്റ്സ് ജസ്റ്റ് ഡിസൈനിങ് സ്ക്രീൻസ് അല്ലെ യൂസർ എക്സ്പീരിയൻസ് നോക്കുക, വയർ ഫ്രെയിമിങ്, അതിന്റെ പ്രോട്ടോടൈപ്പിംഗ്, ഇതൊക്കെയായിരുന്നു സർഫസ് ലെവലിലുള്ള കാര്യങ്ങളാണ്, റൈറ്റ്? ബട്ട് ആ കാലഘട്ടം മാറി. ഇപ്പൊ നമുക്ക് കുറെ ടൂൾസ്, ഇന്റഗ്രേറ്റഡ് ടൂൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ UX UI ഡിസൈനേഴ്സിന് മച്ച് മോർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം പണ്ടൊക്കെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് തിങ്കിങ്, അതായത് പ്രൊഡക്റ്റിന്റെ പെർഫോമൻസിലെ ടെസ്റ്റിങ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൈവെക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ ഒരു പ്രൊഡക്റ്റ് മാനേജറിന്റെ റോളിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം ടെക്നോളജി കുറെ വളർന്നു, കുറെ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുകൂടി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനീസ് ലീനർ ആയിട്ടുള്ള ഒരു ടീം വർക്ക് എക്സ്പെക്ട് ചെയ്യുക. അതായത് UX ഡിസൈനർക്ക് അതും കൂടി ചെയ്യാൻ പറ്റും, ബിക്കോസ് അവരുടെ ഹാൻഡ്സിൽ തന്നെ കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൈറ്റ്? അപ്പൊ അത് നമ്മൾ ഫ്യൂച്ചറിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്, ഒരു വിഷയം വെച്ചിട്ട്. ഞാൻ എന്റെ പേഴ്സണൽ വീഡിയോസിലൊക്കെ അങ്ങ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഞാൻ 6-7 മാസം മുമ്പ് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ മാറും എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ ആ ഷിഫ്റ്റ് നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നുണ്ട് ആക്ച്വലി, ബിക്കോസ് നമ്മുടെ UX ബാച്ചിലെ പിള്ളേർക്കൊക്കെ പ്ലേസ്മെന്റ് കിട്ടാൻ കാരണം അവർക്ക് ആ ഒരു മോൾഡിങ് കിട്ടിയോണ്ടാണ്. നമ്മൾ ഓൾറെഡി ഇതുവരെ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി നമ്മളിവിടെ ഫുൾ സിംഗിൾ നമ്മുടെ കൈക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അനി പറയുന്ന കമ്പനി ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ടാസ്ക് കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു സോർട്ട് ഓഫ് റിക്വയർമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ലോങ് ടേം വിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പേരും കാര്യങ്ങളൊക്കെ മാറ്റി സ്ട്രക്ചർ ഒക്കെ മാറ്റിയിട്ടുള്ളത്.